ഇന്നത്തെ സിനിമയുടെ ആരംഭം എന്നുള്ള രൂപത്തിലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു രൂപത്തിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ട്രെയിലർ കാണുമ്പോൾ ഒരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകും, എങ്ങനെയുണ്ട് സിനിമ. അപ്പൊ അത് സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നോ, ആ ഒരു പ്രതീക്ഷ സിനിമ നിലനിർത്തിയോ എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് സിനിമയെ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള റിലീഫിംഗ് സിനിമയുടെ വിശേഷങ്ങളും ചെറിയ സിനിമകളിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫെറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 അതായത് ഈ വീക്കെൻഡിൽ പുറത്തു വന്ന ഒരു മലയാളം കോമഡി റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് പ്രേമലു. ഗിരീഷ് ഏടി അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നഫ്ലിൻ അദ്ദേഹമാണ് പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തുന്നത്. അപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ അത് കണ്ട ശേഷം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ആക്ടറായിരുന്നു നഫ്ലിൻ. അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ചില എക്സ്പ്രഷൻസ്, അതിപ്പോ കോമഡി ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും അത് അദ്ദേഹം ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ലൊരു കോമഡി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചിരി കൊണ്ടുവരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചില എക്സ്പ്രഷൻസും ചില പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് അതിന് ശേഷം വന്ന സിനിമകളെ ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം തന്നെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും. ആ ഒരു പ്രതീക്ഷ തന്നെ തീർച്ചയായിട്ടും ഈ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളെ ഞാൻ അധികം എടുത്തു പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിന്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെയായിരുന്നു. അതിൽ അഭിനയിച്ച ഓരോരുത്തരും അവർ ആ ഒരു ക്യാരക്ടറിന് ഒത്ത ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വന്ന് പെർഫോം ചെയ്ത് പോയത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇവരെ കണ്ട ശേഷം, അതായത് ഈ ആക്ടേഴ്സിനെ കണ്ട ശേഷം അവർക്ക് അനുസരിച്ച് ആ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ എഴുതി എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രത്തോളം ആപ്റ്റ് ആയിരുന്നു അവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ സിനിമയ്ക്കുള്ളിൽ. പ്രത്യേകിച്ച് ഒരു 4-5 ക്യാരക്ടേഴ്സിനെ ഞാൻ പറയാം. നഫ്ലിൻ ആയാലും അദ്ദേഹത്തിൻ്റെയൊക്കെ ചില എക്സ്പ്രഷൻസ്, മൊത്തത്തിൽ ഓവറോൾ പെർഫോമൻസും ഉണ്ട്, എന്നാലും ചില എക്സ്പ്രഷൻസ് ഒക്കെ നോർമലി ചിരി കൊണ്ടുവരും. നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചിരി വന്നു പോകും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചില പെർഫോമൻസ്. അതുപോലെ തന്നെ അഖില ഭാർഗവനായാലും മമിത ബിജു ആയാലും ശ്യാം മോഹൻ ആയാലും സംഗീത് പ്രതാപ് ആയാലും എല്ലാവരും അത്രത്തോളം ഡീസന്റ് ആയിട്ട് അവരുടെ റോളുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം. പെർഫോമൻസ് അല്ല, ആ ഒരു ക്യാരക്ടറൈസേഷൻ ഡീസന്റ് ആയിരുന്നു, പക്ക ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ചിരി കൊണ്ടുവന്നു. ആദ്യ പകുതിയൊക്കെ തിയേറ്റർ മുഴുക്കെ ചിരി തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്ന് പറയുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ സിനിമയുടെ ആ ഓവറോൾ ഒരു സൗണ്ട് ഡിസൈനിങ് ആയാലും അതൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അതിന്റെ പുറകെ പ്രവർത്തിച്ചവര്. എനിക്ക് ഇപ്പൊ വിഷ്ണു വിജയ് അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് BGM മ്യൂസിക് ഒക്കെ ആയാലും അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. കുറച്ച് പാട്ടുകളൊക്കെ നല്ല രീതിയിലുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളാണെന്ന് എനിക്ക് തോന്നി കേട്ട് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ. നെഗറ്റീവായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ചിരി കഴിഞ്ഞിട്ട് വേണമല്ലോ നെഗറ്റീവ് നോക്കാൻ. ആ രീതിയിൽ ചിരി കൊണ്ടുവരുന്നു. ഞാനൊരു എക്സ്പെക്ടേഷൻ അങ്ങനെ വെക്കാതെ തന്നെയാണ് പോയത്. വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ല, ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ പോകും. സെക്കൻഡ് ചാൻസാണ് കൊടുത്തത്. ഫസ്റ്റ് ഞാൻ കൊടുത്തത് അന്വേഷിപ്പിനും കണ്ടെത്തിനുമായിരുന്നു. അത് കണ്ടു, അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. അതുപോലെ അതിന് ശേഷമാണ് ഇതിലോട്ട് വന്നത്. എന്നാൽ പോലും ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഞാനിപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് നിങ്ങളും അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട, പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു അനുഭവം, നല്ലൊരു ചിരി. മൊത്തത്തിൽ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ട്രെയിലറിലുള്ള ആ ഒരു സംഭവം അത് ആ ഒരു രീതിയിൽ തന്നെയാണ് കഥ പോരുന്നത്. കഥയല്ല, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി എന്റർടൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയി പോയിട്ട് ചിരിക്കാം, ആ ഒരു രൂപത്തിലൊക്കെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി എന്റർടൈൻ ചെയ്യേണ്ട ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്, ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഏജിന്റെ മുകളിലോട്ടുള്ള ആൾക്കാർക്ക് അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഇപ്പോഴത്തെ പിള്ളേര്, അല്ലെങ്കിൽ ഒരു ഏജിന് താഴെയുള്ള പിള്ളേര് അല്ലെങ്കിൽ അതുപോലെയുള്ള മുതിർന്നവരൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയവർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ലൈഫുമായിട്ട്, അല്ലെങ്കിൽ ലൈഫിൽ നടന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് നല്ല രൂപത്തിൽ കോമഡിയിൽ നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ സിനിമ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ മൊത്തത്തിൽ സിനിമ എനിക്ക് വർക്കൗട്ടായി. എനിക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സിനിമ തന്നെയായിരുന്നു. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഞാൻ തംബ്നെയിലിൽ കൊടുത്ത പോലെ ഇതൊരു ഔഷധമാണ്. ചിരി ഒരു ഔഷധം എന്ന് പറയില്ലേ, അതുപോലെ ഇതൊരു ഔഷധം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാം.
അപ്പോൾ നല്ല ഹാർഡ് വർക്കൊക്കെ എടുത്ത് ഇതൊക്കെ ചെയ്ത് വന്നിരിക്കുന്നവർക്ക് മനസ്സൊക്കെ ഒന്ന് കൂടാക്കാൻ പാകത്തിന് നല്ല രീതിയിലുള്ള കോമഡി സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് നല്ലപോലെ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയി, അല്ലെങ്കിൽ ആ കോമഡി എന്ന രൂപത്തിൽ നല്ലപോലെ അത് വർക്കൗട്ടായി. വലിയൊരു കഥയോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കോമഡി എന്നുള്ള രൂപത്തിൽ സിനിമ നല്ലപോലെ വർക്കൗട്ടായി. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണുക. അതുപോലെ ഇനി ഇങ്ങനെ റിലീഫായ സിനിമയുടെ വിശേഷങ്ങളും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ ചെറിയ ഫിലിമുകളുണ്ടല്ലോ, നമുക്ക് അധികം പെട്ടെന്ന് ആരും കയറി ശ്രദ്ധിക്കപ്പെടാത്ത പോയ നല്ല സിനിമകൾ, ചെറിയ സിനിമകളിൽ നല്ല സിനിമകൾ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.